ന്യൂറോളജിയും സൈക്യാട്രിയും തമ്മിലുള്ള റിലേഷന് ഫൈൻ ലൈനാണ്, ഡെലിക്കേറ്റ് ലൈനാണ്. അതിപ്പോൾ ഏകദേശം ഇല്ലാതെ കൊണ്ടിരിക്കുക. പണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചിരുന്നത് സൈക്യാട്രി മാത്രമാണ്, കുറേ കാര്യം ന്യൂറോളജി മാത്രമാണ് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു കുറച്ചൊരു പഴയ ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, ബ്രെയിൻ ഓൺ ഫയർ എന്ന് പറഞ്ഞാണ്ട്, ഒരു 10 കൊല്ലം മുമ്പത്തെ. അതൊരു അമേരിക്കയിലുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു ലേഡി ജേർണലിസ്റ്റാണ്. അവർക്കൊരു സൈക്യാട്രിക് അസുഖം ഉണ്ടായി. എന്നിട്ട് അവരൊരുപാട് സ്ഥലത്ത് പോയി, ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി. 2-3 കൊല്ലം അവർ നടന്നിട്ട് അവർക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അവരെല്ലാവരും സൈക്യാട്രിയാന്ന് വിചാരിച്ചു. മറ്റേ ഇതൊക്കെ വെച്ചു, ECT വെച്ചു. കുറച്ച് മുമ്പത്തെയാണ് അങ്ങനെ സൈക്യാട്രി മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് അവസാനം അമേരിക്കയിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ ഏറ്റവും പേരുള്ള ഒരു ക്ലിനിക്കാണ് മേയോ ക്ലിനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി അവിടെ നിന്നാണ് അത് ഡയഗ്നോസ് ചെയ്തത്. അത് ഓട്ടോ ഇമ്മ്യൂൺ എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിനെതിരെ ചെയ്യുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ എൻകഫലൈറ്റിസ്. അതിൻ്റെ ഒരു വകഭേദമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അത് പലപ്പോഴും സൈക്യാട്രി ആയിട്ടാണ്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ജനറേഷൻ ആൾക്കാർ അവർ സൈക്യാട്രി മാത്രം ചികിത്സിച്ച് അവർ ചിലതൊക്കെ സുഖമായിട്ടുണ്ടാവും, ചിലത് സുഖമാവാതെ പോയിട്ടുണ്ടാവും, അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു പുതിയ അസുഖമായിട്ട് വന്നു. അപ്പോൾ അവരെ CSF പരിശോധിച്ചിട്ട് ഇത് അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമ്യൂൺ ഉണ്ടോ അല്ലേ എന്ന് അറിയും. അതുണ്ടെങ്കിൽ വേറെ തന്നെ ചികിത്സ കൊടുക്കണം.